വർഷം 2003 വെറും 12 ദിവസം കൊണ്ടാണ് അമേരിക്കൻ ഫോഴ്സ് ഇറാഖിലെ സോൾജേഴ്സിനെ തച്ചുടച്ച് വാർത്ത് കൈ കൊടുത്തത്. നൗ ഇറ്റ്സ് ഇൻ ഇറാനെ 12 ദിവസമല്ല 12 കൊല്ലമെടുത്താലും കീഴടക്കാൻ പാടാണ്. കാരണം എന്താണെന്നറിയോ? ഇറാൻ ഏതൊരു രാജ്യത്തേക്കും നമ്മൾ പോകുമ്പോൾ, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ അല്ലേ? ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രാൻസ്, ജർമ്മനി, UK, സ്പെയിൻ ഈ 4 രാജ്യങ്ങളും കൂട്ടി വെച്ചാലും ഇറാൻ്റെ അത്ര ആവുന്നില്ല. 100,000 മേലെയാണ് ഇറാൻ്റെ ടോട്ടൽ കിലോമീറ്റേഴ്സ് വരുന്നത്. ഇറാനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബാലികേറ മലയാണ്. അത് നമ്മളെക്കാട്ടിയും എല്ലാവരെക്കാട്ടിയും നല്ലോണം അറിയുന്ന ഒരാളാണ് മിസ്റ്റർ ട്രംപ്. അതാണ്. പക്ഷേ ട്രംപിനൊരു തെറ്റുപറ്റി. എന്താണെന്നറിയോ? ട്രംപ് കരുതിയത് വെനുസില അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ആക്രമിച്ച പോലെ ഡയറക്റ്റ് പോയി അവിടുത്തെ ഹെഡിനെ അങ്ങ് തട്ടിക്കഴിഞ്ഞാൽ പരിപാടി ഫിനിഷ്, ഉദാക്കത്തം എന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി, വളരെ വളരെ തെറ്റിപ്പോയി. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇവർ ചെയ്തത് വെനിസുലയിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന വെനിസുലൻ പ്രസിഡന്റിനെ ഉറക്കത്തിലിടുന്ന ആ ഡ്രസ്സ് എടുത്തിട്ട് അതാലെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ലോക്കപ്പ് ചെയ്തിട്ട് വെനിസുലയുടെ മൊത്തം സാധനങ്ങൾ, ഓയിലും കാര്യങ്ങളൊക്കെ ഇവരുടേതാക്കി മാറ്റി സിമ്പിളായിട്ട് പ്രോസസ്സ് ചെയ്തു. അത് 2 വശങ്ങളുണ്ട് അതിന്. ഒന്ന്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ എക്കണോമി, യുദ്ധത്തിൻ്റെ ബിസിനസ് വശം, ഓയിലിൻ്റെ വശം. ഇറാനാണ് ഏറ്റവും വലിയ ഓയിൽ സപ്ലയർ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും. അപ്പോൾ അത് അവിടെ സേഫാക്കി, വെനുസുല ഇവർ സേഫാക്കി. പക്ഷെ അതോടുകൂടി തീർന്നതാണോ ഇവരുടെ പരിപാടി? ഇറാനിലേക്ക് കരയുദ്ധം എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് അമേരിക്കൻ ആർമിക്ക് എന്നല്ല, വേൾഡിലുള്ള ഒരു ആർമിക്കും പറ്റത്തില്ല. ബിക്കോസ് അത്രയും വിസ്തൃതത്തിൽ വലുതാണ് ഇറാൻ. ഇനി ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നെന്ന് കൂട്ടിക്കോ, ഫസ്റ്റ് തന്നെ അവരുടെ ബോർഡറിൽ വരുന്നത് വലിയ വലിയ മലകളാണ്. അത് കടന്നു കഴിഞ്ഞാൽ മരുഭൂമി. അതും കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നാട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ പിന്നെ അവിടുത്തെ സുപ്രീം ലീഡർ ഉണ്ടെങ്കിൽ പിന്നെയും സേഫായിരുന്നു. ഇവർ ആദ്യമേ എല്ലാം പ്ലാൻഡാണ്. ഇവർ ഈ കഴിഞ്ഞ വർഷങ്ങളോളം ലോകത്ത് നടന്നിരുന്ന അമേരിക്കയുടെ അധിനിവേശങ്ങളെല്ലാം കണ്ട് പഠിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ദൃശ്യത്തിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ അയാൾ എല്ലാം റെഡിയാക്കി പോലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറയുന്നില്ലേ? അതുപോലെ തന്നെ ഇവർ ഇത്രയും വർഷങ്ങളായി അമേരിക്ക എപ്പോൾ ആക്രമിക്കും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, അവർ കരുതിയത് അവിടുത്തെ സുപ്രീം